ഹായ് ഫ്രണ്ട്സ്, ഒഫീഷ്യലി 26-ന് ശേഷം എന്തായാലും വിൻ്റർ സ്റ്റാർട്ടാവും. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് യാർഡിൽ എന്താ ഇനിയിപ്പം ലാസ്റ്റായിട്ട് വിളവെടുക്കാനുള്ളത് നോക്കിയപ്പോൾ ബീറ്റ്റൂട്ട് മാത്രമാണ് ഇനിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബീറ്റ്റൂട്ട് അങ്ങനെ വിളവെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. വലിയൊരു ഔട്ട്പുട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ക്വാണ്ടിറ്റി കിട്ടി. നമ്മൾ ബീറ്റ്റൂട്ട് നട്ടപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നമ്മൾ ബീറ്റ്റൂട്ട് പ്രോപ്പറായിട്ട് പ്ലാന്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ തൈകളായിട്ടല്ല നട്ടത്. അതിൻ്റെ വിത്ത് വിതറിയിട്ടാണ് നട്ടത്. പക്ഷേ നമുക്കിത് ഇത്രയും ഔട്ട്പുട്ടൊക്കെ കിട്ടി, ഇത്രയും എന്താ പറയുക വിളവുണ്ടായിരുന്നു. ഇതിൻ്റെ തണ്ടുകളെല്ലാം വെട്ടി മാറ്റി ബീറ്റ്റൂട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു യൂസ് ചെയ്തപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്ലാൻഡായിട്ട് പ്രോപ്പറായിട്ട് ഓരോ തൈകളായിട്ട് തന്നെ പ്ലാന്റ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം അതിനെടുത്ത് ബെഡിലോട്ട് റീപ്ലാന്റ് ചെയ്ത് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ എന്താ പറയുക, ഇതുപോലെ ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും പ്രോപ്പറായിട്ട് വളം കിട്ടാതെ വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിന് തമ്മിലുള്ള അകലം കുറഞ്ഞു പോകുന്നതുകൊണ്ടോ അതിൻ്റെ വളർച്ച കുറഞ്ഞു പോകും. ഇപ്പോൾ ചില ബീറ്റ്റൂട്ടുകളൊക്കെ നന്നായിട്ട് വളരുകയും ചിലതൊക്കെ വളരെ കുറച്ചേ വളർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം നടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ സമ്മറിൽ കുറച്ചൊരു എല്ലാം ഒന്ന് നട്ട് നോക്കണം എന്നുള്ളൊരു പെട്ടെന്നൊരു ചിന്തയിലായിരുന്നു നട്ടത്. കുറച്ചുകൂടെ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്ലാൻഡായിട്ട് എല്ലാം ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ചില ബീറ്റ്റൂട്ടൊക്കെ നല്ല വലിപ്പമുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ബീറ്റ്റൂട്ട് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. മറ്റതൊക്കെ ചെറുതായിരുന്നു. അപ്പം ഞാൻ പിന്നെ തീരെ കുഞ്ഞായിട്ടുണ്ടായിരുന്ന ബീറ്റ്റൂട്ട് തൈകളെയൊക്കെ തന്നെ ഓൾറെഡി എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ഇടയിലുള്ള അകലമൊക്കെ ക്രമീകരിച്ച് പിന്നെ രണ്ടാമതെടുത്ത് റീപ്ലാന്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് ഒത്തിരി ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളത്. പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്ന സാധനത്തിന്. നല്ല നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ നല്ല ടെൻഡറാണ്. ഒത്തിരി മൂത്തൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കഴിക്കാനും നല്ല ഇതാണ്. ഈ ബീറ്റ്റൂട്ട് ആക്ച്വലി ഒരു സൂപ്പർ ഫുഡാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.